നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളുടെ കയ്യിലും വെള്ളി മോതിരം ധരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ വെള്ളി മോതിരം ധരിക്കുന്നത് കൊണ്ട് പല ഗുണങ്ങളും ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? വെള്ളി വളരെ പവിത്രവും പുണ്യമുള്ളതുമായിട്ടുള്ള ലോഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ശിവഭഗവാന്റെ ദൃഷ്ടിയിൽ നിന്നാണ് വെള്ളി ഉരുത്തിരിഞ്ഞതെന്നാണ് മതവിശ്വാസം. അതേസമയം വെള്ളിക്ക് ജ്യോതിഷപരമായിട്ടുള്ള പ്രാധാന്യവുമുണ്ട്. ജ്യോതിഷപ്രകാരം വെള്ളി സമ്പത്തിന്റെ ഘടകമായ ശുക്രനും മനസ്സിന്റെ ഘടകമായ ചന്ദ്രനുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. വെള്ളി ശരീരത്തിലെ ജലഘടകത്തെ നിയന്ത്രിക്കുന്നു. കഫം, പിത്തം, വാതപ്രശ്നങ്ങൾ എന്നിവ ഇല്ലാതാക്കാനും വെള്ളി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളി ധരിക്കുന്നത് കൊണ്ട് ഒട്ടനവധി നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പെൺകുട്ടികളും സ്ത്രീകളും ഇടത് കൈയിൽ വെള്ളിമോതിരം ധരിക്കുന്നത് വളരെ ഐശ്വര്യമായിട്ട് കണക്കാക്കുമ്പോൾ ആൺകുട്ടികളും പുരുഷന്മാരും അവരുടെ വലത് കൈയിൽ വെള്ളിമോതിരം ധരിക്കുന്നതാണ് നല്ലത്. വെള്ളി നിങ്ങളുടെ ഭാഗ്യം എങ്ങനെ വർദ്ധിപ്പിക്കുമെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കണ്ട് വെള്ളിയുടെ ആ ഒരു സ്വാധീനത്തെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വെള്ളിമോതിരമെങ്കിലും നിങ്ങൾ വാങ്ങിച്ച് ധരിച്ചു നോക്കിക്കേ. വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ജ്യോതിശാസ്ത്ര പ്രകാരം ശുക്രനും ചന്ദ്രനുമായിട്ട് വെള്ളി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ശിവഭഗവാന്റെ കണ്ണിൽ നിന്നാണ് വെള്ളി ഉത്പാദിപ്പിക്കപ്പെട്ടത്. അതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വെള്ളി സമൃദ്ധിയുടെ പ്രതീകമാണ്. വെള്ളി ധരിക്കുന്ന ഒരാൾക്ക് സമൃദ്ധിയും കൈവരുമെന്ന് കരുതപ്പെടുന്നു. വെള്ളി ആഭരണങ്ങള് ആളുകൾക്ക് വ്യത്യസ്ത രീതിയിൽ ധരിക്കാനായിട്ട് സാധിക്കും. വെള്ളി ആഭരണങ്ങള് ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ധരിക്കാൻ കഴിയും. മോതിരം, ചെയിൻ, കാൽവിരൽ മോതിരം എന്നിങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിലും ഉപയോഗിക്കാവുന്നതാണ്. വെള്ളിമോതിരം ധരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിലെ വ്യാഴത്തിന്റെയും ചന്ദ്രന്റെയും പ്രയോജനം കൈവരുന്നു എന്നുള്ളതാണ്. വെള്ളി യഥാർത്ഥത്തിൽ ശക്തമായിട്ടുള്ള ആന്റി മൈക്രോബയൽ വസ്തുവാണ്. ഇത് അണുബാധകൾക്കെതിരെ പോരാടാനും ജലദോഷം, പനി എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം, മറ്റ് രോഗങ്ങൾ എന്നിവയിൽ നിന്ന് രക്ഷ നേടാനും നിങ്ങളെ സഹായിക്കുന്നു. കൂടാതെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, മനസ്സിൽ നിന്ന് ആക്രമണോത്സുക സ്വഭാവം കുറയ്ക്കാനായിട്ട് വെള്ളിമോതിരം ധരിക്കാവുന്നതാണ്. ഇതിലൂടെ വ്യക്തിയുടെ മനസ്സ് ശാന്തമാക്കി കോപവും കുറയ്ക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ദേഷ്യപ്പെടുന്ന, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവ പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ആ ഒരു ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗമാണ് ഒരു വെള്ളിമോതിരം വാങ്ങിച്ച് ധരിക്കുക എന്നുള്ളത്. അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യന് വെള്ളി വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വെള്ളി ധരിക്കുന്നവർക്ക് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും രൂപത്തില് ശുക്രന്റെ അനുഗ്രഹം നേടിത്തരും എന്ന് പറയുന്നത്. മാനസിക ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ വെള്ളി നിങ്ങളുടെ ബുദ്ധി വർദ്ധിപ്പിക്കാനും തലച്ചോറിനെ പോഷിപ്പിക്കാനും സഹായിക്കുന്നു. ഇനി അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടും നമുക്ക് വെള്ളിമോതിരം ധരിക്കാവുന്നതാണ്. സന്ധിവേദന, ചുമ, സന്ധിവാതം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തനാകാനായി വെള്ളി അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സംസാരിക്കുമ്പോൾ വിക്ക് പ്രശ്നമുള്ളവർക്ക് ഒരു വെള്ളിമാല കഴുത്തിൽ ധരിക്കാവുന്നതാണ്. കാഴ്ച പ്രശ്നങ്ങൾ പരിഹരിക്കാനും വെള്ളിക്ക് കഴിയും എന്നുള്ളതാണ് സത്യം. ഒരു വെള്ളിപ്പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ച തേൻ കഴിക്കുന്നത് സൈനസൈറ്റിസിനെയും ജലദോഷത്തെയും സുഖപ്പെടുത്തും. വെള്ളിമോതിരം ധരിക്കുന്നത് ഒരാളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. ഇത് മുഖത്തു നിന്നും ശരീരത്തിൽ നിന്നും കറുത്ത പാടുകളും മുഖക്കുരുവും കുറയ്ക്കുന്നു. ആരോഗ്യ ഗുണങ്ങൾ കാരണം പല മെഡിക്കൽ ഉപകരണങ്ങളും വെള്ളി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനും വെള്ളി ഉപയോഗിക്കാവുന്നതാണ്. വിഷവസ്തുക്കളുമായിട്ട് പ്രതിപ്രവർത്തിക്കുമ്പോൾ വെള്ളി പ്രതികരിക്കുകയും അതിന്റെ നിറം മാറ്റുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ വെള്ളിമോതിരം അല്ലെങ്കിൽ മാല ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നിറം മാറുന്നതായിരിക്കും. ചില ആളുകളുടെ ശരീരത്തിലെ വെള്ളി ആഭരണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, വളരെ പെട്ടെന്ന് കറുത്തു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതൊക്കെയും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ചില ആൾക്കാരുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും കാലിലൊക്കെ പാദസരങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ടല്ലോ, ഈ കുട്ടിക്ക് പെട്ടെന്ന് കറക്കും വെള്ളി ധരിച്ചു കഴിഞ്ഞാല് എന്നുള്ളത്. അപ്പൊ അതിന്റെയൊക്കെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇനി അടുത്തതായിട്ട് ജ്യോതിഷത്തിലെ വെള്ളിയുടെ പ്രാധാന്യത്തെ കുറിച്ച് നോക്കാം.
സ്വർണവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വെള്ളിയുടെ വില കുറവാണ്. എന്നാൽ വെള്ളിക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് പലർക്കും അറിയില്ല. ചന്ദ്രനും ശുക്രനുമായിട്ട് വെള്ളി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. ചന്ദ്രൻ മനസ്സിനെയും വികാരങ്ങളെയും ഭരിക്കുന്നത് പോലെ വെള്ളി ധരിക്കുന്നയാൾക്ക് ശാന്തതയും സമാധാനവും നൽകുന്നു എന്നതാണ്. വെള്ളി ശരീരത്തെ തണുപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആമാശയത്തിലെ ചൂട് തണുപ്പിക്കാനും ഉപകരിക്കുന്നു. ജാതകത്തിലെ ചന്ദ്രന്റെ ദോഷഫലങ്ങളുള്ള ഒരാൾക്ക് ചന്ദ്രന്റെ അനുഗ്രഹം ലഭിക്കാനായിട്ട് വെള്ളിമോതിരം ധരിക്കാവുന്നതാണ്. ഇത് ഭാഗ്യം, സമൃദ്ധി, സൗന്ദര്യം, സന്തോഷം എന്നിവ സമ്മാനിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി അതുപോലെ തന്നെ വെള്ളി ദുരാത്മാക്കളെ അകറ്റി നിർത്തുമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. നെഗറ്റീവ് എനർജിയിൽ നിന്നുള്ള സംരക്ഷണത്തിനായിട്ട് കുഞ്ഞുങ്ങളെ വെള്ളി ആഭരണങ്ങൾ ധരിപ്പിക്കാറുണ്ട്. സെൽഫോണുകളിൽ നിന്നും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ദോഷകരമായിട്ടുള്ള വൈദ്യുത കാന്തിക വികിരണങ്ങളിൽ നിന്ന് വെള്ളി നമ്മെ സംരക്ഷിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഐശ്വര്യത്തിന് നമുക്ക് വെള്ളി എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം. വാസ്തുശാസ്ത്രം അനുസരിച്ച് വീടിന്റെ പടിഞ്ഞാറേ കോണില് വെള്ളി നാണയങ്ങൾ ഒരു മൺപാത്രത്തിൽ ചുവന്ന തുണിയിൽ സൂക്ഷിച്ചാൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നേടാനാവുന്നതാണ്. ഒരു ചെറിയ വെള്ളി നാണയം എല്ലായ്പ്പോഴും നിങ്ങളുടെ പേഴ്സിലോ നിലവറയിലോ സൂക്ഷിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ കൈവരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ബിസിനസ്സിലെ വിജയം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വെള്ളിയിലെ ഒരു ചെറിയ ആനയുടെ രൂപം തീർത്ത് നിങ്ങളുടെ കടയിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വെള്ളിമോതിരം ധരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഒരു സൗന്ദര്യവർദ്ധക ആഭരണം എന്നതിനു പുറമെ വെള്ളി ധരിക്കുന്നതിലൂടെ പല വേദ ജ്യോതിഷ നേട്ടങ്ങളുമുണ്ട്. ഒരു വെള്ളിമോതിരം വാങ്ങിച്ച് വ്യാഴാഴ്ച ദിവസം രാത്രി നിങ്ങൾ മോതിരം വെള്ളത്തിൽ മുക്കി വയ്ക്കണം. അടുത്ത ദിവസം അതായത് വെള്ളിയാഴ്ച രാവിലെ മോതിരം വിഷ്ണു ഭഗവാന്റെ മുന്നിൽ വെച്ച് ആരാധിക്കുക. ശേഷം ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച ശേഷം അല്പം ചന്ദനം മോതിരത്തിൽ പുരട്ടണം. അഗ്നിജ്വാലയും ധൂപവർഗവും മോതിരത്തിന് നൽകേണ്ടതുണ്ട്. അല്പം അരിയും വിഷ്ണു ഭഗവാന് സമർപ്പിക്കണം. അതിനുശേഷം വലതു കൈയിലെ ചെറുവിരലിൽ ഈ വെള്ളിമോതിരം നിങ്ങൾ ധരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഈ ഒരു രീതിയിൽ വെള്ളിമോതിരം നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാകും. മുൻകാലങ്ങളിലൊക്കെ വെള്ളിയായിരുന്നു കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലുള്ളവരുടെ കയ്യിലൊക്കെ ഓരോ വെള്ളി മോതിരമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെള്ളി ആഭരണമോ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാവരും സ്വർണത്തിലേക്കാണ് ചായുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളി ഇന്ന് പലരും ഉപയോഗിക്കുന്നതായിട്ട് കാണാറില്ല. നിങ്ങളുടെ ശരീരത്തിൽ വെള്ളിയുടെ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ജ്യോതിഷപരമായിട്ടായാലും ആരോഗ്യപരമായിട്ടായാലും വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.